പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആട്ടപ്പൊടി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തുള്ളി എണ്ണ ഒന്നും ചേർക്കാത്ത അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊന്ന് കണ്ടു നോക്കി. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എണ്ണയില്ലാത്ത അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ. അപ്പോൾ ആട്ടപ്പൊടി ആണേനും പിന്നെ എണ്ണൊന്നും ഇല്ലാതെ ഉണ്ടാക്കണതാണെങ്കിലും കുറച്ച് ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇക്കൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുത്ത് അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം ഉണ്ടല്ലോ, വലിയ ജീരകവും അതുപോലെ ഒരു സവാളയാണ് ഇട്ടത്, ചെറിയൊരു സവാളയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെറുതാക്കി അരിഞ്ഞാണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി കുറച്ച് ചതച്ചത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഒന്നും കൊണ്ട് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പൊടികളും അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാനൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് കുറച്ചിട്ടുള്ളൂ. പിന്നെ ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടിടുക. അപ്പോൾ നമ്മൾ എത്രയാണോ അളവ് ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ടൊക്കെ എല്ലാതും കൂട്ടി കൊടുക്കട്ടെ. ചിക്കനൊക്കെ എത്രയാണോ ഉണ്ടാക്കണം. അപ്പോൾ ചിക്കൻ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ച ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു മഗ്‌രിബിക്ക് ചായ കുടിക്കുമ്പോൾ പിന്നെ അത്രയായിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ അതിനെല്ലാവർക്കും ഓരോന്നൊക്കെ കണക്കാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചിക്കനെ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ ഞാൻ കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ട് തന്നെ അങ്ങോട്ട് കുക്കറിൽ വേവിച്ചെടുത്ത ചിക്കനാണിത്. ഒരു നുള്ളു ഉപ്പും അതുപോലെ ഒരു നുള്ളു മുളക് പൊടിയൊക്കെ ഇട്ടുകാണ്ട് വേവിച്ചെടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിച്ചെടുത്തപ്പോൾ വല്ലാതെ ഒന്നും അതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മസാലയിൽ ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്നും കണ്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. മസാല ഒന്നും കണ്ട് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ശേഷം ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മസാല അടിപൊളി ചെയ്യുന്നുണ്ട്. കാരണം ഉപ്പൊക്കെ നല്ല പാകമായിട്ടോ അതുപോലെ ഈ പൊടികളൊന്നും ഏറിപ്പോവരുത്. നമ്മൾ എത്രയാണോ സാധനം എടുക്കുന്നത് ഇതിനനുസരിച്ചിട്ടുള്ള പൊടികളിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുത്തൽ വരും. അപ്പോൾ ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ. അപ്പോൾ സംഭവം എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പിന്നെ കുറച്ചും കൂടി ഉണ്ടെങ്കിലൊക്കെ എല്ലാവർക്കും കഴിക്കാനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയത് ഏതായാലും കുറഞ്ഞു പോയി, മാവ് എടുത്തത് കുറച്ച് കുറഞ്ഞു പോയിട്ടോ. നമ്മൾ മസാല ഒക്കെ റെഡി ആയതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുത്തിന്. അപ്പോൾ നമ്മൾ മസാല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ അതിലേക്കുള്ള മാവ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം മാവ് ഉണ്ടാക്കി വെച്ചിട്ട് മസാല ഉണ്ടാക്കാപ്പൊടി ഞാനിത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അളവൊന്നും നമുക്ക് കറക്റ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ. എത്രയാണോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇളം ചൂടുള്ള വെള്ളത്തിലാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും കണ്ട് സോഫ്റ്റ് ആക്കിയിട്ട് ഒന്നും കണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുഴച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നൊന്നുമില്ല. എന്നാലോ കുഴച്ച് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലേനു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വര ബോൾസിന് ചപ്പാത്തിക്കൊക്കെ എടുക്കണ പോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ട് രാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ ചോറിന് പകരമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാതെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാലും മതി കേട്ടോ. നല്ല വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ആവിക്ക് പുഴുങ്ങിയെടുക്കാതെ അങ്ങനെ പൊരിക്കണമെന്നുണ്ടെങ്കിലും കുട്ടികൾക്കൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി വലിയവർക്കൊക്കെ അങ്ങനെ പൊരിക്കണേ അങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. പിന്നെ ഏത് ഷേപ്പാണെങ്കിലും നമ്മൾ കഴിക്കാനുള്ള രുചിയല്ല നോക്കണ്ടേ. അപ്പം എൻ്റെ മോള് ഇവിടെ ഫുള്ളായിട്ട് ഓൾ തന്നെ അങ്ങനെ അമർത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കാണെങ്കിലും പത്തിരിക്കാണെങ്കിലും ഇത് അമർത്തുന്നത് ഓള് എടുത്ത് വന്നിട്ട് അമർത്തി തരലാണ്. അപ്പോൾ ഇതുപോലെ ഇത് അമർത്താമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അത്രയും പരത്താനുള്ളതല്ല, ഞാൻ അമർത്തിക്കോളാം എന്ന് പറയണം. അപ്പോൾ ഓളിങ്ങനെ ഓരോ ബോൾസൈം അങ്ങനെ വെച്ചിരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് മസാല വെച്ച് കൊടുത്തുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഞെറി ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അങ്ങനെ ഉണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ട് ഒന്നും കണ്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മോമോസ് റെഡി ആയിട്ടോ. മോമോസ് നല്ല രുചിയാണല്ലേ മൈദപ്പൊടിയിൽ എന്നെ ഉണ്ടാക്കിയിട്ടൊക്കെ എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ചിട്ട് കഴിക്കാൻ. അപ്പോൾ മൈദപ്പൊടിനേക്കാളും നമുക്കൊന്നും കൂടി ഹെൽത്തി ആയിട്ടുള്ള നല്ല ആട്ടപ്പൊടി. അപ്പോൾ കണ്ടില്ലേ എണ്ണൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ മസാല ഒക്കെ കണ്ടില്ല നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാളൊക്കെ വാട്ടിയെടുക്കാനൊക്കെ പറ്റും. എണ്ണയൊക്കെ വേണ്ടാന്ന് വിചാരിച്ചവർക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് ഒന്നും കണ്ട് വാട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാനിലൊക്കെ ആകുമ്പോഴേ നടക്കുള്ളൂ. അൽമണീൻ്റെ വേറെയുള്ള ചട്ടിയിലാണെങ്കിലൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ ആവി കയറാൻ വേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര ഉണ്ടെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കും. ഇതിൻ്റെ മുകളിലത്തെ തട്ടൊക്കെ വെച്ചിങ്ങാണ്ട് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി എത്രയേ ഉള്ളൂ, 5-6 ഉണ്ടായിട്ടുള്ളൂ അതിന് കേട്ടോ. കുറച്ച് മസാല ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ള മാവക്ക് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ കുട്ടികളോട്, അവർക്ക് ഇഷ്ടമായപ്പോൾ. അപ്പോൾ പൊരിച്ചെടുക്കണതിനെക്കാട് ഇങ്ങനെ തന്നെയാണ് നല്ലതെന്ന് കുട്ടികൾ പറയും ചെയ്തിട്ടോ. അപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി. മസാല ഒക്കെ ആണെങ്കിൽ നല്ല സെറ്റ് ആയിരിക്കുന്നത്. പിന്നെ നല്ല ആമൊക്കെ നല്ല വെന്ത് കിട്ടണം കേട്ടോ ആവിക്ക് വേവിക്കുമ്പോൾ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ഉണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. തീയോ കുറച്ച് വെച്ചിക്കാണ്ട് നല്ല വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇത് ശാലോ ഫ്രൈ ചെയ്യണവർക്ക് അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക. എണ്ണയിലോട്ട് പൊരിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കും, പിന്നെ അതുപോലെ രാവിലെ ആണെങ്കിലും വൈകുന്നേരം പിന്നെ ചോറിന് പകരമായിട്ടൊക്കെ കുറച്ച് മസാല ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ആക്കിയിട്ട് കഴിക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്യും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല രുചിയാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മളിതാ പൊളിച്ച് കാണിക്കണം കേട്ടോ. നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കണ്ടില്ലേ, കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമാണെങ്കിൽ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.